അയോധ്യയിൽ ബാബറി മസ്ജിദിന് പകരം രാമക്ഷേത്രം ഉയർന്നു കഴിഞ്ഞു. എങ്കിലും ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട കേസുകൾ ഇന്നും രാജ്യത്ത് ചർച്ചാ വിഷയമാകാറുണ്ട്. കോടതി വ്യവഹാരങ്ങളും നടക്കുന്നുണ്ട്. ഈ കേസുകളിൽ ഒരിക്കൽ പോലും എതിർകക്ഷികൾക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിക്കാൻ കോടതികൾക്ക് സാധിച്ചിട്ടില്ല. ബാബറി മസ്ജിദ് പൊളിച്ച കേസിൽ സംഘപരിവാറിന് അനുകൂലമായിട്ടാണ് കോടതി വിധി വന്നത്. അതിനു മുൻപും സമാനമായ പല കേസുകളിലും കോടതി വിധി പ്രതികൂലമായിരുന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം കഴിഞ്ഞ ദിവസം ബോംബെ ഹൈക്കോടതിയിൽ നിന്നുമുണ്ടായ വിധി ബാബറി മസ്ജിദ് അനുകൂലികൾക്കൊപ്പമായിരുന്നു. അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർക്കരുതായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ട ഒരാളെ ശിക്ഷിച്ച കേസിലാണ് അനുകൂല വിധി വന്നിരിക്കുന്നത്. ഇത്തരം പരാമർശം നടത്തുന്നവരെ രാജ്യവിരുദ്ധം എന്ന് വിളിക്കാനാവില്ലെന്ന് ബോംബെ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. SDPI പ്രവർത്തകരെതിരെ മുംബൈ പോലീസ് പുറപ്പെടുവിച്ച നാടുകടത്തൽ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് കോടതി ഈ നിർണായക നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. പൗരന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വെച്ചു പുലർത്താൻ അവകാശമുണ്ടെന്നും ജസ്റ്റിസ് മാധവ് ജാംദാർ വ്യക്തമാക്കി. ഒരു വർഷത്തേക്ക് മുംബൈയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും വിലക്കിക്കൊണ്ട് SDPI ഭാരവാഹിയായ ഫിറോസ് അബ്ദുൾ വഹാബ് ഖാനെതിരെ പുറപ്പെടുവിച്ച ഉത്തരവാണ് കോടതി റദ്ദാക്കിയിരിക്കുന്നത്. മറ്റൊരു SDPI പ്രവർത്തകനായ മുഹമ്മദ് റഫീഖ് ഗുലാം റസൂൽ അൻസാരി നൽകിയ സമാനമായ ഹർജി കോടതിയുടെ പരിഗണനയിലുണ്ട്. 2024-2025 വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്ത 3 FIRകളുടെ അടിസ്ഥാനത്തിൽ 2025 ഡിസംബറിലാണ് മുംബൈ പോലീസ് ഇവർക്കെതിരെ നാടുകടത്തൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. വഖഫ് ഭേദഗതി ബില്ലിനെതിരായ പ്രതിഷേധം, ചെമ്പൂർ ഗോവണ്ടി മേഖലയിലെ സിമന്റ് ഗോഡൌണുകൾ ഉണ്ടാക്കുന്ന വായു മലിനീകരണത്തിനെതിരായ സമരം, ബാബറി മസ്ജിദ് തകർച്ചയുമായി ബന്ധപ്പെട്ട പ്രതിഷേധം എന്നിവയുടെ പേരിലായിരുന്നു കേസുകൾ രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരും ഇതേ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിരിക്കെ ഹർജിക്കാരെ മാത്രം എന്തിനാണ് ലക്ഷ്യമിട്ടതെന്ന വാദത്തിനിടെ ജസ്റ്റിസ് ജാംദാർ ചോദിച്ചിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും FIR ഉണ്ടായിട്ടും ഇവരെ മാത്രം ഒറ്റപ്പെടുത്തുകയാണെന്നും കോൺഗ്രസ്, ശിവസേന, ഉദ്ധവ് പക്ഷം എന്നീ പാർട്ടികളുടെ പ്രവർത്തകർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ടോ എന്നും കോടതി ചോദിച്ചു. ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരായതുകൊണ്ടാണോ ഇവർക്കെതിരെ മാത്രം നടപടിയെടുത്തതെന്നും ജഡ്ജി വാക്കാൽ ചോദിച്ചിരുന്നു. ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട FIR പരാമർശിച്ച കോടതി പള്ളി തകർക്കരുതായിരുന്നു എന്ന അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനമാകുന്നില്ലെന്ന് വ്യക്തമാക്കി. ബാബറി മസ്ജിദ് പൊളിക്കരുതായിരുന്നു എന്നത് അവരുടെ കാഴ്ചപ്പാടാണ്. അതെങ്ങനെയാണ് രാജ്യവിരുദ്ധമാവുകയെന്നും ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും ജസ്റ്റിസ് ജാംദാർ ചൂണ്ടിക്കാട്ടി. പ്രതിഷേധത്തിനിടെ മുഴക്കിയ മുദ്രാവാക്യങ്ങൾ വർഗീയ സംഘർഷത്തിന് കാരണമാകുമെന്ന സർക്കാരിന്റെ വാദം തെളിയിക്കുന്നതിനുള്ള യാതൊരു രേഖകളും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഹർജിക്കാർ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നത് സാമൂഹിക സൗഹാർദ്ദം തകർക്കുമെന്നും ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നുമുള്ള മഹാരാഷ്ട്ര സർക്കാരിന്റെ വാദവും ഹൈക്കോടതി തള്ളി. ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കാനാവില്ലെന്നും ഒരു വ്യക്തിയുടെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശത്തെ നിയന്ത്രിക്കുന്ന അസാധാരണമായ നടപടിയാണ് നാടുകടത്തൽ ഉത്തരവെന്നും കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ഹർജിക്കാർക്ക് ബന്ധമുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചെങ്കിലും കോടതി അത് പരിഗണിച്ചില്ല. കാരണം കാണിക്കൽ നോട്ടീസിൽ ഈ ആരോപണം ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ നടപടി.